ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കാണുന്ന ഓപ്ഷൻസിൽ ഓൺലൈനിലെ ഓപ്ഷൻ കൊണ്ട് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ജ്യൂസിലേക്ക് നമ്മൾ കസ്റ്റേർഡും പിന്നെ ഡേറ്റ്സുമാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് കസ്റ്റേർഡ് റെഡിയാക്കി ഇണക്കണം. അതിനായിട്ട് ഒരു ഗ്ലാസ് പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഒന്നും ഓൺ ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് സാദാ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ റെഡിയാക്കിയിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളത് അങ്ങനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ കസ്റ്റേർഡിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനും വിട്ടുപോകരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റേർഡ് നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു രീതിയിൽ തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഒന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. പുറത്തുതന്നെ വെച്ചാൽ മതി, അതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 ഡേറ്റ്സ് വേണം. ഇതിൻ്റെ സീഡൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സും ഈ ജ്യൂസ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡാണ്. ഈ ഒരു രീതിയിലാണ് കുറച്ച് തണുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവും. കസ്റ്റേർഡ് ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 2 ടീസ്പൂൺ. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊരു യെല്ലോ കളറാണ് ഈ ഒരു ജ്യൂസിന്. നമ്മൾ കസ്റ്റേർഡിൻ്റെ ആ ഒരു കളർ തന്നെയാണ്. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത്. നോമ്പിൻ്റെ സമയത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ഇഷ്ടമുള്ള ഡെക്കറേഷനും വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പം നോമ്പായതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായിട്ടും ഇഷ്ടമാവും ഈ ഒരു ഡ്രിങ്ക്. ഇതുവരെ ആരും ഈ ഒരു രീതി ചെയ്തിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബി കെയർഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.